ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾക്ക് പുതിയൊരു വീഡിയോ കണ്ടാലോ. നമ്മളിന്ന് പ്രാക്ടീസ് കോണാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളിന്ന് 50 ഗ്രാം ഹെന്ന പൗഡർ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിനാവശ്യമായിട്ട് 2 ടീസ്പൂണ് ഷുഗർ, നമുക്കിഷ്ടമുള്ള ഓയിൽ ഏതെങ്കിലും എടുക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് വെജിറ്റബിൾ ഓയിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയോ എടുക്കാം കേട്ടോ. അപ്പോൾ ഹെന്ന പൗഡർ 50 ഗ്രാം ഹെന്ന പൗഡർ നമുക്കെടുക്കാം. നമുക്ക് ഹെന്ന കോൺസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മരുന്ന് ഷോപ്പിൽ നിന്ന് കിട്ടുന്ന ഹെന്ന പൗഡറുകളുണ്ട്. നമ്മൾ 30 രൂപ, 100 ഗ്രാമിന് 30 രൂപയായിട്ട് 2-3 പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്തിരുന്നു. അപ്പോൾ അതും ഈ ഹെന്ന കോൺസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പൗഡറും നല്ല വ്യത്യാസമുണ്ട്. അപ്പം കോൺസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അത് നല്ലൊരിതാണ്. പക്ഷേ അതിൽ ലെൻസ് നല്ലതായിട്ടുണ്ടാവും. അപ്പം നമുക്ക് ധരിച്ചെടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പം നമ്മൾ ട്രൈ ചെയ്യുന്നവർ ഈ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് 100 ഗ്രാം ഹെന്ന പൗഡറും എസൻഷ്യൽ ഓയിൽ അങ്ങനെ കിറ്റ് വെക്കുന്നവരുണ്ട്. അവരുടെ അടുത്ത് നിന്ന് നമ്മൾ ഇങ്ങനെ ഒരു കിറ്റ് മേടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ 50 ഗ്രാം ഹെന്ന പൗഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂണ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് 2 ടീസ്പൂണ് ഏതാണോ ഓയിൽ എടുക്കുന്നത് അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് രണ്ടും നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. വെള്ളം ഒന്ന് കൂടിപ്പോയാൽ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. വെള്ളം നോക്കി അത്യാവശ്യത്തിന് വേണ്ടത് കുറച്ച് ഒഴിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കാം. അപ്പോൾ നമ്മൾ നോർമൽ കോൺസും നൈൽ കോൺസും നമ്മൾ മേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. നമ്മൾ TTC വഴി കൊറിയർ ചെയ്യുന്നുണ്ട്. ഹോം ഡെലിവറി ഇല്ല കേട്ടോ. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. നമുക്ക് ഈ ഒരു ലെവലിലാണ് ഇത് കിട്ടേണ്ടത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു 4 ലെയറാക്കി വരച്ചതിൻ്റെ മുകളിൽ 2 ടീസ്പൂണ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കരുത്, പുറത്ത് വെക്കണം കേട്ടോ. അപ്പം ഒരു 6-8 മണിക്കൂറെന്നെങ്കിലും നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമുക്ക് ക്ലീനർ റാപ്പ് കൊണ്ട് നല്ലോണം ഇതൊന്ന് അടച്ച് വയ്ക്കാം. ഇത് അടപ്പുള്ള പാത്രമാണെങ്കിൽ നമുക്ക് എയർ കിടക്കാതെ ഒന്ന് അടച്ച് വെച്ചാൽ മതിയാവും കേട്ടോ. നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിന് ബാക്കി വീഡിയോസ് നമുക്ക് നാളെ ഇടാം കേട്ടോ. അപ്പം ഇതെങ്ങനെ അരിച്ചെടുക്കാം, കോൺസ് ആക്കാം എന്നൊക്കെ നമുക്ക് ആ വീഡിയോയിൽ കാണാം.